ഹായ് ഫ്രണ്ട്സ്, ഇന്നേ ഒരു ചക്കയുടെ വിഭവമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചക്കക്കാലമാണല്ലോ. ഇപ്പം ഇടിഞ്ചക്കയാണ് ഞാൻ ഇടിഞ്ചക്ക കൊണ്ട് രണ്ട് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഒന്ന് ചക്കത്തോരൻ, അടുത്ത ഞാൻ പിന്നെ കാണിക്കാവേ. അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം. എണ്ണ ഒഴിക്കാം. നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി അരി ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറ് വെക്കുന്ന അരി കഴുകി ഉണങ്ങിയതാണേ. ഒന്ന് പൊട്ടി വരട്ടെ. അരിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് ചക്ക ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞ് വെച്ച ചക്കയാണേ. എല്ലാവരും പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കൊത്തി അരിയുന്നത്. എനിക്ക് കൊത്തി അരിഞ്ഞ് ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ. എനിക്കതാ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നമുക്കിതിലായിട്ട് ഈ കുറച്ച് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ആവി കയറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് അരച്ചുകൊണ്ട് വരാവേ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, കുറച്ച് ഉള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങയെ ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാവേ. ചക്ക ആവി കയറിയിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പങ്ങിട്ട് കൊടുക്കാവേ. ഇച്ചിരി വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചക്ക വേവിക്കുന്നത്? ചക്ക ഇടിഞ്ചക്ക തോരൻ വെക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. നമ്മുടെ ചക്ക ആവി കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാതെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് ശകലം വെള്ളം കൂടെ ഇട്ട് കൊടുക്കാതെ. ഒന്നും കൂടി ഒന്ന് ആവി കയറട്ടെ. ഇച്ചിരി കൂടെ വേകാനുണ്ട്. ഒന്നും കൂടെ ആവി കയറിയാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇടിഞ്ചക്കയും വൻപയറും കൂടെ തോരൻ. നിങ്ങളിങ്ങനെ വൻപയറൊക്കെ ഇട്ട് വെക്കാറുണ്ടോ? എന്തോ നോക്കട്ടെ. കുറച്ചും കൂടെ വേകാനുണ്ട്. നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം പറ്റി നല്ലോണം വെന്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉപ്പൊക്കെ ഉണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ട്. വെന്തു. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളിങ്ങനെയൊക്കെയാണ് വെക്കുന്നത് പറയണേ. നമ്മൾ കുറച്ച് മാറ്റി വെച്ചായിരുന്നു കടുകും എല്ലാം മുകളിട്ട്. നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ചക്ക
ചക്ക കൊണ്ട് രണ്ടാമത്തെ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കാൻ പോവാണേ. നമുക്ക് പരീക്ഷിച്ച് നോക്കാം നല്ലതാണോ എന്നേ. കാണിച്ചു തരാവേ. അതിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ചക്ക, ഇതിൻ്റെ പകുതി ചക്ക എടുത്തതേ. ഇങ്ങനെ ഇങ്ങനെ കനം കുറച്ച് നീളത്തിലായിരിക്കുന്നതാണേ ഇത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. ഇതിനോട്ട് നമുക്ക് പാത്രത്തോട്ടിടാം. ഇതിനോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി കൊടുക്കാവേ. നമുക്കിനകത്തോട്ട് കുറച്ച് നാരങ്ങാനീര് ഒഴിക്കാവേ. കുറച്ച് ഉപ്പും കൂടെ അര സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരുമ്മി കൊടുക്കാവേ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്കിതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കൂടെ കടലമാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ടേ. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. ആയി വരുന്നുണ്ടേ, മൂപ്പായി വരുന്നുണ്ട്. നമുക്ക് താമസിയാതെ കോരി നോക്കാം. നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചില്ലി ചക്ക, ചില്ലി ഇടിഞ്ചക്ക ഫ്രൈ. ഇങ്ങനെയുണ്ട്, നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടോ. നമുക്ക് അടുത്ത് പച്ച ഇട്ട് കൊടുക്കാം. മറ്റൊന്ന് തണുക്കട്ടെ, നമുക്ക് ടേസ്റ്റ് നോക്കാൻ തിരക്കായി. അങ്ങനെ നമ്മുടെ ചക്ക എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പലഹാരമാണ്. ഇതുണ്ടോ, തീർന്നു. ഉണ്ടാക്കിയതെല്ലാം തീർന്നു. ഇച്ചിരി ഉള്ളിനി ആക്കുന്ന മക്കൾ കാലിയാക്കി. അങ്ങനെ നമ്മുടെ ചക്ക ചില്ലി ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറാ.